കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MCH 017 MSc കെമിസ്ട്രി. നമ്മുടെ MCH 017ന്റെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്ട്രാറ്റജിക്കലി നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് നിങ്ങളെ തയ്യാറെടുക്കാൻ ഒബ്വിയസ് ആയിട്ടും സഹായിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു IGNO Focus 5.0 IGNO പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ Ultimate Analysis MCH 017 Organic Chemistry 2. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് നമ്മുടെ സിലബസ് എല്ലാം അനലൈസ് ചെയ്തിട്ട് എവിടേക്കാണ് നിങ്ങൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഹെട്രോസൈക്ലിക് കെമിസ്ട്രി, ഫങ്ഷണൽ ഗ്രൂപ്പ് ട്രാൻസ്ഫോർമേഷൻസ്, മൾട്ടി സ്റ്റെപ്പ് സിന്തസിസ്, ഇതുപോലത്തെ ടോപ്പിക്സിൽ നമ്മൾ ഒന്നും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഓരോ ടോപ്പിക്സിന്റെയും പ്രോബബിലിറ്റി എത്രയാണ്, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ, ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആണത്. സോ നമുക്ക് ഇതിനകത്ത് സിലബസ് മാപ്പിംഗ് ചെയ്യാനുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇഗ്നോയുടെ സിലബസിനെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെ ബ്ലോക്കിലാണ്, ഏതൊക്കെ ബ്ലോക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റുകളാണ് ഇമ്പോർട്ടന്റ്, ഏത് യൂണിറ്റിൽ ഏത് ടോപ്പിക് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്, അതായത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ്, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ എഴുതേണ്ടത്, എത്ര വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 10-15 ക്വസ്റ്റ്യൻസ് നമ്മൾ വിത്ത് ആൻസേഴ്സ് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ദെൻ ടോപ്പിക് പ്രൊബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഓരോ ടോപ്പിക്കിന്റെയും പ്രൊബബിലിറ്റി എത്ര തവണ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ ബേസിസിൽ നമ്മൾ ഓരോ ടോപ്പിക്കിനും പ്രോബബിലിറ്റി ഫിക്സ് ചെയ്യും. ഫൈനലി നമ്മളൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിന്റെ മാർക്കിംഗ് സ്കീമും മോഡൽ ആൻസേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ സിലബസും, അതായത് ഓരോ ബ്ലോക്കും അതിനകത്ത് ഓരോ ടോപ്പിക്സും ഓരോ യൂണിറ്റ്സും സബ് ടോപ്പിക്സും എല്ലാം അനലൈസ് ചെയ്തിട്ട് ഏത് ടോപ്പിക്കാണ്, അതുപോലെ ആ ഒരു കാര്യത്തിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് നമ്മുടെ പാറ്റേണിൽ ചേഞ്ച് വരുന്നത്, അതും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ എന്താ പറയാ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് എന്തായിരിക്കും, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റിന് സിലബസ് മാപ്പിങ്ങിലോട്ടാണ് പോകുന്നത്. സോ നമുക്ക് ഹൈ ഈൽഡ് ടോപ്പിക്സ്, മീഡിയം ഈൽഡ് ടോപ്പിക്സ്, ലോ ടോപ്പിക്സ് ഉണ്ടാകും, ലോ ഈൽഡ് ടോപ്പിക്സ്. സോ ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് വെച്ചാൽ മോർ ദാൻ 10 ടൈംസ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ടാകും. മീഡിയം ടോപ്പിക്സ് ആണെങ്കിൽ 5 to 9 ടൈംസ് ആയിരിക്കും. ലോ ടോപ്പിക്സ് ആണെങ്കിൽ ലെസ് ദാൻ 5 ടൈംസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോ ടോപ്പിക്സ് എന്ന് വെച്ചാലും 4 5 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 5 കുറവ് തവണ ആയിട്ടാണെങ്കിലും അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതും എന്താണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക് തന്നെയാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ അല്ല. മറിച്ച് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യേണ്ടത് എപ്പോഴും ഹൈ ഈൽഡ് ടോപ്പിക്സ്, ദെൻ മീഡിയം ഈൽഡ് ടോപ്പിക്സ്, ദെൻ ലോ ഈൽഡ് ടോപ്പിക്സ്. ഓക്കെ, സോ ബ്ലോക്ക് 1 യൂണിറ്റ് 2 3 മെമ്പേർഡ് ഹെട്രോസൈക്ലിക്സ്, അസിറിഡിൻസ്, ഇപ്പോക്സൈഡ്സ്, അസിറിൻസ്, അതുപോലെ യൂണിറ്റ് 3 4 മെമ്പേർഡ് heterocyclics, acetidines, oxytenes and thioethanes. Then unit 4 block 1 unit 4 5 membered nitrogen, oxygen, sulfur rings with 2 heteroatoms, അതായത് pyrazole, imidazole, oxazole, azothiazole, benzo fused analogs,
ദെൻ യൂണിറ്റ് 5 ബ്ലോക്ക് 2 യൂണിറ്റ് 5 ബെൻസോ ഫ്യൂസ്ഡ് 5 മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ് ഇൻഡോള് ബെൻസോ ഫ്യൂറാന് ബെൻസോ തയോഫിന്. യൂണിറ്റ് 6 ബെൻസീമിഡസോള് ബെൻസോ ട്രയാസോള് പ്യൂരിൻ ആൻഡ് റിലേറ്റഡ് ഫ്യൂസ്ഡ് 5 മെമ്പേർഡ് സിസ്റ്റം. ഇത്രയും ടോപ്പിക്സ് എന്താണ്, ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. അതിനകത്തുനിന്ന് 16, 12, 20 തവണയായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹെട്രോസൈക്ലിക് നോമെൻക്ലേച്ചർ, അരോമാറ്റിസിറ്റി ആൻഡ് സ്പെക്ട്രൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനകത്തുനിന്ന് 8 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അത് മീഡിയം റെലവെന്റ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 7 ബെൻസോ ഫ്യൂസ്ഡ് 6 മെമ്പേർഡ് ഹെട്രോസൈക്ലിക്സ്, ക്വിനോളിൻസ്, ഐസോക്വിനോളിൻ, ക്യുനോക്സാലിൻ, ഫിനോക്സാക്സസിൻ, ഫിനോതയാസിൻ, ഇതെല്ലാം എന്താണ്, ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 8 7 ആൻഡ് ലാർജ് മെമ്പേർഡ് ഹെട്രോസൈക്ലിക്സ്, അസീപിൻ, ഓക്സിപിൻ, തയോപിൻ, പോർഫൈറിൻസ്. ദെൻ യൂണിറ്റ് 9 ഫിലോസഫി ആൻഡ് ഓർഗാനിക് സിന്തസിസ് ആൻഡ് ഡിസ്കണക്ഷൻസ്, ബാക്ക്വേർഡ്സ് ആൻഡ് പ്ലാനിംഗ് ഓഫ് ടാർഗറ്റ് മോളിക്യൂൾസ്. യൂണിറ്റ് 10 പലേഡിയം കാറ്റലൈസ്ഡ് ക്രോസ് കപ്ലിംഗ്സ്, ഹെക്ക്, സ്റ്റൈല്, സുസുക്കി, സൊനോഗാഷിറ, ഇതെല്ലാം ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഇത് കൂടാതെ ബ്ലോക്ക് 3 യൂണിറ്റ് 13 ഓക്സിഡേഷൻസ്, DDQ, SeO2, CAN, TiNO3 ത്രൈസ്, ഷാർപ്പ്ലെസ്, ഇപ്പോക്സിഡേഷൻ ആൻഡ് ഡൈഹൈഡ്രോക്സിലേഷൻ, ഇതെല്ലാം എന്താണ്, ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഇതിനകത്തുനിന്ന് 16ഉം 20ഉം തവണയായിട്ട് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം ബ്ലോക്ക് 3 യൂണിറ്റ് 11 ക്ലാസിക്കൽ റിഡക്ഷൻസ്, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, ഡിസോൾവിംഗ് മെറ്റൽ ആസിഡ് സിസ്റ്റംസ്. യൂണിറ്റ് 12 ബ്ലോക്ക് 3 യൂണിറ്റ് 12 ഹൈഡ്രൈഡ് ആൻഡ് ബോറോൺ റിയേജൻസ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, ഡൈബാൾ എച്ച്, NaBH4, സോഡിയം ബോറോ ഹൈഡ്രൈഡ്, ഹൈഡ്രോബോറേഷൻ, ഓർഗാനോ ബോറൈൻസ്, ഇതൊക്കെ എന്താണ്, ലോ ഈൽഡ് ടോപ്പിക്സ് ആണ്. 4 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളൂ. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഈനോൾസ് ആൻഡ് ഈനോലേറ്റ്സ്, ജനറേഷൻ ഓഫ് റീജിയോ സ്റ്റീരിയോ സെലക്റ്റീവ് കാർബൺ ബോണ്ട് ഫോർമേഷൻ. യൂണിറ്റ് 15 അംപ്ലഗ്, പൊളാരിറ്റി ഇൻവേർഷൻ, വൈ diathions and related strategies, Henry and Neff reactions. യൂണിറ്റ് 16 ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് സിന്തറ്റിക് ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം എന്താണ്, ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഇതിനകത്ത് തന്നെ യൂണിറ്റ് 14 ഇനോലേറ്റ്സ്, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന് 28 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 17 അസിമെട്രിക് സിന്തസിസ്, കൈറാൽ പൂൾ, ഓക്സിലറീസ്, റിയേജൻസ് ആൻഡ് കാറ്റലിസ്റ്റ്, സെലക്ടിവിറ്റി മോഡ്സ്, ഇതൊരു മീഡിയം റെലവന്റ് ടോപ്പിക് ആണ്. 8 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോ പറഞ്ഞ ഡാറ്റയുടെ ബേസിലുള്ള ഒരു ബാർ ചാർട്ട് ആണിത്. സോ ഇത് അനലൈസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 4ഉം ഏകദേശം ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ്. ദെൻ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 1. സോ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് 2 അല്ലെങ്കിൽ ബ്ലോക്ക് 4, ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 4ഉം കവർ ചെയ്യണം. ദെൻ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 1. ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ പറഞ്ഞ സെയിം ഡാറ്റയുടെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഏതൊക്കെയാണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് നോക്കാം. ടോപ്പ് 3 ഹൈ ഈൽഡ് ഹെട്രോസൈക്ലിക് ക്ലസ്റ്റർ. ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ യൂണിറ്റ് 5 ഇൻഡോൾ ആൻഡ് അതർ ബെൻസോ ഫ്യൂസ്ഡ് 5 മെമ്പർ റിംഗ്സ്. അതിനകത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിന്റെ സിന്തസിസ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, റിയാക്ഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 16 ബെൻസീമിഡസോൾ, ബെൻസോ ട്രയസോൾ, പ്യൂരിൻ, ഫ്രീക്വന്റ് ആയിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രഡിക്റ്റ് ദ പ്രോഡക്റ്റ്, അതായത് നമുക്കൊരു റിയാക്ഷൻ തരും, അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. റിയേജന്റ് ബേസ്ഡ് ട്രാൻസ്ഫോർമേഷൻസ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. യൂണിറ്റ് 7, 8 വരുന്ന ക്യുനോളിൻ, ഐസോക്യുനോളിൻ, ഓക്സിപിൻ, അസീപിൻ, കെമിസ്ട്രി, അവിടെ നിന്നും റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിന്റെ നെയിംഡ് സിന്തസിസ്, റിംഗ് കൺസ്ട്രക്ഷൻ പ്രോബ്ലംസ്, ആ ഏരിയ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് വരുന്ന ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ് യൂണിറ്റ് 14 ഇനോലൈറ്റ് ഫോർമേഷൻ ആൻഡ് റീജിയോ സെലക്ടിവിറ്റി. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അതിന്റെ മെക്കാനിസം, ഡിസൈൻസും എല്ലാം ചോദിക്കാറുണ്ട്. പിന്നെ യൂണിറ്റ് 9 and 10 ഡിസ്കണക്ഷൻ സ്ട്രാറ്റജി ആൻഡ് പലേഡിയം കപ്ലിംഗ്സ്, അതും എന്താണ്, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം. അതായത് പാരസെറ്റമോളിന്റെ കാര്യം അല്ലെങ്കിൽ ക്ലോറോ ബെൻസൈഡിന്റെ കാര്യമൊക്കെ എന്ത് ചെയ്യാം, സോനോഗാഷിറ, നെയിംഡ് റിയാക്ഷൻസ് പൊതുവെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ഒരു MCH 017 ഒരുപാട് നെയിംഡ് റിയാക്ഷൻസ് വരുന്നുണ്ട്. യൂണിറ്റ് 13 and 15 വരുമ്പം ഓക്സിഡേഷൻ, അംപ്ലങ് ബേസ്ഡ് കാർബൺ ബോണ്ട് ഫോർമേഷൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അവിടുന്ന് പെർട്ടിക്കുലർലി DDQ, SeO2, ഹെൻറി നെഫ് സ്റ്റൈൽ റിയാക്ഷൻസ്, ഇതെല്ലാം എന്താണ്, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, നമുക്ക്
കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇപ്പം കണ്ടുവരുന്നത് കംപ്ലീറ്റ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ ന്യൂമറിക്കൽ പ്രോബ്ലംസോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ ഒന്നും തന്നെ നമ്മുടെ ഈ പേപ്പറിൽ കാണാറില്ല. ലോങ് ആൻസർ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 5 മാർക്സിനെല്ലാം ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെ എന്താ പറയാ സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. ദെൻ മെക്കാനിസം ആൻഡ് സിന്തറ്റിക് സീക്വൻസ് ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി 4 മാർക്സിനൊക്കെ മെക്കാനിസം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ മെക്കാനിസം ഒക്കെ എഴുതുമ്പോൾ നീറ്റ് ആയിട്ട് ഡയഗ്രാംസും എല്ലാം കാണിച്ച് അതിന്റെ നെയിം ഒക്കെ കൊടുത്തിട്ട് തന്നെ മെക്കാനിസം കൊടുക്കുക. ദെൻ പ്രൊഡക്റ്റ് പ്രഡിക്ഷൻ റിയാക്ഷൻ 1 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരാറുള്ളത്. അതായത് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറയുമ്പം അതിനകത്ത് മേ ബി റിയേജന്റ് അതിനകത്തുള്ള എന്താ പറയുക റിയാക്ഷൻ കണ്ടീഷൻ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവിടുത്തെ റിയേജൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പ്രൊഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യേണ്ടി വരും. സോ ഫോക്കസ്ഡ് ആയിട്ട് വളരെ സ്ട്രാറ്റജിക്കലി പഠിച്ചാലേ നമുക്ക് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ ആൻഡ് ഷോർട്ട് ഡെഫിനിഷൻ ബണ്ടിൽസ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ നെയിമിങ് വരാം. അല്ലെങ്കിൽ നെയിം തന്നിട്ട് സ്ട്രക്ചർ വരക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെയിം തന്നിട്ട് അതിന്റെ സ്ട്രക്ചർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വളരെ ഷോർട്ട് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്ന രീതിയിൽ എക്സാംസിന് വരാറുണ്ട്. സോ വളരെ നീറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, വളരെ നീറ്റ് ആയിട്ട് ഡയഗ്രാംസ് കാണിക്കുക, ലാബലിംഗ് എല്ലാം കാണിക്കണം. ഓക്കെ, ഇനി ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം ഒരു മെക്കാനിസം ആണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മെക്കാനിസം നമ്മൾ ഡയഗ്രാം ബേസ്ഡ് തന്നെ, അതായത് റിയാക്ഷൻ ആയിട്ട് തന്നെ കാണിക്കണം. ദെൻ ജസ്റ്റ് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. മാക്സിമം ഒരു 140 വേർഡ്സിൽ അതിന്റെ ആൻസർ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യണം. അതിനകത്ത് ഇപ്പൊ ഒരു റിയാക്ഷൻ ആണെങ്കിൽ അതിന്റെ റിയേജൻസ്, റിയാക്ഷൻ കണ്ടീഷൻസ് എല്ലാം എന്താവണം, ക്ലിയർ ആവണം. 1-2 എക്സാമ്പിൾസും കൂടെ കൊടുക്കണം. മെക്കാനിസം സിന്തറ്റിക് അതുപോലെ അത് ഏതെങ്കിലും കോമ്പൗണ്ടിന്റെ സിന്തസിസോ മെക്കാനിസോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിയാക്ഷൻസ് എന്താണെങ്കിലും കാണിച്ചിട്ടുണ്ടാവണം. ഇനി ഇപ്പൊ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ ഡിഫൈൻ ചെയ്യാൻ പറയാം. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. 1-2 എക്സാമ്പിൾസും കൂടെ കാണിക്കുക. ബട്ട് മെക്കാനിസം ചോദിക്കുന്ന സമയത്ത് നമ്മളത് വളരെ ലൈറ്റ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും വേണം. അതിന്റെ കൂടെ അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് ആ റിയാക്ഷൻസിനാണ്, റിയാക്ഷൻ കണ്ടീഷൻസിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. സോ മാക്സിമം ഒരു 100 വേർഡ്സിൽ അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഇന്റർമീഡിയറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കാണിക്കണം, റിയാക്ഷൻ കണ്ടീഷൻസും എല്ലാം കറക്റ്റ് ആയിട്ട് കാണിക്കണം. ഇനി പ്രൊഡക്റ്റ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ റിയേജന്റ് ആപ്ലിക്കേഷൻ സെറ്റ്സ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ തന്നിട്ടുള്ള റിയാക്ഷന്റെ പ്രൊഡക്റ്റ് നമ്മൾ എഴുതിയാൽ മതി. കൂടുതൽ എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതണം. ചോദിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് പ്രൊഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലൈനിൽ എന്ത് ആ പ്രൊഡക്റ്റ് നമ്മൾ കാണിച്ചാൽ മതി. നോമൻക്ലേച്ചർ, സ്ട്രക്ചർ ആൻഡ് ഷോർട്ട് ഡെഫിനേഷൻ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലും നെയിമിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ നെയിം എഴുതുക. അല്ലെങ്കിൽ നെയിം തന്നിട്ട് അതിന്റെ സ്ട്രക്ചർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ മാത്രം കാണിച്ചാൽ മതി. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഷോർട്ട് ഡെഫിനേഷൻ ഇപ്പം പ്രഡിക്റ്റ് ദ സ്ട്രക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻസും 1-2 എക്സാമ്പിൾസും ഒക്കെ നമ്മൾ കാണിക്കേണ്ടി വരും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഓരോ ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ബ്ലോക്ക് 1 അതായത് സ്മാൾ റിംഗ്സ് ആൻഡ് ബേസിക് ഹെട്രോസൈക്കിൾസ് എന്ന ബ്ലോക്കിനകത്ത് നിന്ന് ആവറേജ് ഒരു 21 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് 21%. ഇനി ബ്ലോക്ക് 2 ബെൻസോ ഫ്യൂസ്ഡ് ആൻഡ് ലാർജ് ഹെട്രോസൈക്കിൾസ് 27 മാർക്സിന് എക്സ്പെക്ട് ചെയ്യണം. ബ്ലോക്ക് 3 ഓർഗാനിക് സിന്തസിസ് ആൻഡ് റിയേജൻസ് എന്ന ബ്ലോക്കിനകത്ത് നിന്ന് 24 മാർക്സ് 24% നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 4 ഓർഗാനിക് സിന്തസിസ് ആൻഡ് സെലക്ടിവിറ്റി ആൻഡ് റിയേജൻസ് 2 28% മാർക്സ് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ബ്ലോക്ക് 1, 2 സിന്തസിസ്, റിയേജന്റ് അങ്ങനത്തെ ഒരു ടൈപ്പ്, അതായത് ബ്ലോക്ക് 1 ഹെട്രോസൈക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. ബ്ലോക്ക് 1 2 ബ്ലോക്ക് 3 4 ആണെങ്കിൽ സിന്തസിസ് ആ ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ആണ്. റിയേജന്റ് അങ്ങനത്തെ ഒരു കെമിസ്ട്രിയാണ് നമുക്ക് ബ്ലോക്ക് 3 4 വരുന്നത്. ഓക്കെ, ഇനി ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെയും ട്രെൻഡ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ മെക്കാനിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രൊഡക്റ്റ് റിയേജന്റ് സെറ്റ് ആ ഒരു
പ്രൊഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യുക, അതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏകദേശം സ്റ്റഡി ആയിട്ട് തന്നെയാണ് പോകുന്നത്. നോമിനിക്ലേച്ചറിൽ ചെറിയൊരു ഡിക്ലൈന് വരുന്നുണ്ട്. ലോങ് ആൻസർ 5 മാർക്ക് ക്വസ്റ്റ്യൻസും സ്റ്റഡി ആയിട്ട് തന്നെയാണ് പോകുന്നത്. സോ മെക്കാനിസം അല്ലെങ്കിൽ സിന്തസിസ് ക്വസ്റ്റ്യൻസ് എന്താണ്, ഏകദേശം ഒരു 5% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ഒരു 5% ഇൻക്രീസ് ആണ് വരുന്നത്. നോമൻക്ലേച്ചർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 20% ഡ്രോപ്പ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു ലോ 20% ആണ് വരുന്നത്. പ്രൊഡക്റ്റ് പ്രഡിക്ഷൻ, റിയേജന്റ് അപ്ലിക്കേഷൻസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം സെയിം. എപ്പോഴും നമുക്കൊരു പെർട്ടിക്കുലർ മാർക്കിന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. ഇനി എങ്ങനെ നമ്മൾ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യണം? ഇപ്പൊ നമ്മൾ ഇതൊരു 100 മാർക്കിലോട്ടുള്ള പേപ്പർ, 3 hour പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പേപ്പർ കിട്ടിക്കഴിഞ്ഞാല് നമ്മള് 4 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതായത് 4 മാർക്ക് മെക്കാനിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം 70 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, കോൺസെപ്ച്വൽ ഡിസ്കണക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഹാഫ് ആൻഡ് അവറിനുള്ളിൽ 35 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്യുക. നോമൻക്ലേച്ചർ, ഡെഫിനീഷൻസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ 20 to 25 മിനിറ്റ്സിലും കവർ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് സമയം ഒരു 5 to 10 മിനിറ്റ്സ് ഒരു ഫൈനൽ ക്രോസ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കിട്ടും. പ്രത്യേകിച്ച് ഓർഗാനിക്കിന്റെ ഒക്കെ കേസിൽ ആ ക്രോസ് ചെക്കിങ് എന്താണെങ്കിലും അനിവാര്യമാണ്. കാരണം നമ്മൾ മെക്കാനിക്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തെറ്റിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രൊഡക്ട്സ് മാറിപ്പോവും, പ്രൊഡക്റ്റിന്റെ നെയിം മാറിപ്പോവും, റിയാക്ഷൻ കണ്ടീഷൻ മാറിപ്പോവും, ഇന്റർമീഡിയറ്റ് മാറിപ്പോവും, ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. സോ എന്ത് ചെയ്യാം, നമ്മൾ ഫൈനലി ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്താൽ അതുപോലെ നമ്മൾക്ക് അറിയാവുന്ന കാര്യം നമ്മൾ തെറ്റിക്കുന്നത് എന്ത് ചെയ്യാം, നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ സ്ട്രാറ്റജിക്കലി എന്ത് ചെയ്യാം, ടൈം മാനേജ് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ സിന്തസിസ് ആൻഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഇൻഡോൾ. ഇൻഡോളിന്റെ സിന്തസിസിലോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ടും വരുന്നത് ഫിഷർ ഇൻഡോൾ സിന്തസിസ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതെന്താണെങ്കിലും എഴുതണം. പിന്നെ അതിന്റെ കൂടെ നമുക്ക് മെയ്ഡ്ലങ് സിന്തസിസും ബർത്തോളി ഇൻഡോൾ സിന്തസിസും കൂടെ കാണിക്കാം. ഫിഷർ ഇൻഡോൾ സിന്തസിസ് ആണെങ്കിൽ ഫിനൈൽ ഹൈഡ്രസോൺ വിത്ത് ഹാൽഡിഹൈഡ്സ് കീറ്റോൺസ് ഇൻ അസിഡിക് മീഡിയം, റീഅറേഞ്ച്മെന്റ് ഫോളോഡ് ബൈ സൈക്ലൈസേഷൻ. റീഅറേഞ്ച്മെന്റ് നടന്നു കഴിഞ്ഞാൽ സൈക്ലൈസേഷൻ നടക്കും. അവിടുന്ന് അമോണിയ ലോസ് ചെയ്യും, ഇൻഡോൾ ഫോം ചെയ്യും. മാഡ്ലങ് സിന്തസിസ് ആണെങ്കിൽ ഇൻട്രാമോളിക്കുലാർ സൈക്ലൈസേഷൻ ആണ് ഓഫ് ഓർത്തോ ആൽക്കൈൽ അനിലൈഡ്സ് അണ്ടർ സ്ട്രോങ് ബേസ് കണ്ടീഷൻ. ബെർത്തോളി ഇൻഡോൾ സിന്തസിസ് ആണെങ്കിൽ റിയാക്ഷൻ ഓഫ് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നൈട്രോ അരിൻസ് വിത്ത് വിനൈൽ ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഓക്കെ, ഇനി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഡോളിലോട്ട് വരുമ്പം ഇൻഡോൾ ഹൈലി ആക്ടിവേറ്റഡ് ആണ് ഡ്യൂ ടു പൈറോളിക് നൈട്രജൻ. സോ C3 പൊസിഷൻ ആയിരിക്കും മോസ്റ്റ് റിയാക്റ്റീവ്. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് നൈട്രേഷൻ, ഹാലോജിനേഷൻ, ഫ്രൈഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ, വിൽസ്മീർ ഹാക്ക് ഫോർമൈലേഷൻ. നൈട്രേഷനിലോട്ട് വരുമ്പം C3 നടക്കും മൈൽഡ് കണ്ടീഷൻസിൽ. ഹാലോജിനേഷൻ ആണെങ്കിൽ ബ്രോമിനേഷൻ C3 നടക്കും വിത്തൗട്ട് ലൂയിസ് ആസിഡ്. ഫ്രൈഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ പ്രിഫറൻഷ്യലി C3 തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. വിൽസ്മീർ ഹാക്ക് ഫോർമൈലേഷൻ 3 ഫോർമൈൽ, അതായത് C3 തന്നെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. 3 ഫോർമൈൽ ഇൻഡോൾ ആണ് ഫോം ചെയ്യുന്നത്. C3 പ്രിഫർ ചെയ്യാനുള്ള കാരണം സിഗ്മ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ അതായത് C3 സ്റ്റെബിലൈസ്ഡ് ആവും വിത്തൗട്ട് ലൂസിങ് അരോമാറ്റിസിറ്റി ഓഫ് ദി ബെൻസീൻ റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പ്രിപ്പറേഷൻ ഓഫ് ക്വിനോളിൻ ആൻഡ് ഐസോക്വിനോളിൻ ആൻഡ് ദെയർ കീ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ക്വിനോളിന്റെ സിന്തസിസിൽ സ്കാർപ്പ് സിന്തസിസ് പറയണം, ഡോബിറീനർ മില്ലർ റിയാക്ഷൻ, ഫ്രൈഡ്ലാൻഡർ റിയാക്ഷൻ. സ്കാർപ്പ് സിന്തസിസിൽ അനിലിനും ഗ്ലിസറോളും ഓക്സിഡന്റും കൂടെ റിയാക്ട് ചെയ്യും. ഓക്സിഡന്റ് ആയിട്ട് വരുന്നത് പൊതുവെ നൈട്രോബെൻസീൻ ആയിരിക്കും. ആ റിയാക്ഷൻസ് എല്ലാം കാണിക്കണം. ഇനി ഐസോക്വിനോളിന്റെ സിന്തസിസിലോട്ട് വരുമ്പം ബിഷർ നാപ്സ്കി റിയാക്ഷൻ, പിക്കറ്റ് സ്പെഗ്ലർ റിയാക്ഷൻ. ഓക്കെ, ഇതെല്ലാം എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. ഇനി ഇവരുടെ ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലോട്ട് വരുമ്പം ഒക്കർ ചെയ്യുന്നത് മെയിൻലി ഓൺ ബെൻസീൻ റിംഗ് ആണ് ഡ്യൂ ടു ഡീആക്ടിവേറ്റഡ് പിരിഡിൻ റിംഗ്. ഓറിയന്റേഷൻ ക്വിനോളിൻ സബ്സ്റ്റിറ്റ്യൂഷൻ, ക്വിനോളിൻ ആണെങ്കിൽ C5 C8 ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ടാവുക. ഐസോക്വിനോളിൻ ആവുമ്പോൾ C5 C8 തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ മെക്കാനിസം ആൻഡ് സിന്തറ്റിക് അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറി ആൻഡ് നെഫ് റിയാക്ഷൻസ് ആസ് അംപ്ലഗ് സ്ട്രാറ്റജീസ്. ഹെൻറി നെഫ് റിയാക്ഷൻസ് ആണ്. ഹെൻറി എന്ന് പറയുമ്പോൾ നൈട്രോ ആൾഡോൾ റിയാക്ഷൻ, അതായത് നൈട്രോ ആൽക്കീനും ഏതെങ്കിലും ഒരു ആൽഡിഹൈഡോ കീറ്റോണോ റിയാക്ട് ചെയ്തിട്ട് ബീറ്റ നൈട്രോ ആൽക്കഹോൾ ഫോം ചെയ്യും.
ബേസ് കാറ്റലൈസ്ഡ് കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ ആയിരിക്കും അവിടെ. നെഫ് റിയാക്ഷനിലോട്ട് വരുമ്പം അസിഡിക് ഹൈഡ്രോളിസിസ് ആണ്. അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് നൈട്രോണേറ്റ് വിച്ച് ഗിവ്സ് എ കാർബോണിൽ കോമ്പൗണ്ട്. ഇവിടുത്തെ അംപ്ലഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നൈട്രോ ഗ്രൂപ്പിന്റെ നൈട്രോ ഗ്രൂപ്പ് കാർബണിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. അതായത് ഒരു ന്യൂക്ലിയോഫൈലിനെ പോലെ ആക്ട് ചെയ്യും. അതുപോലെ കൺവേർട്ട് നോർമലി ഇലക്ട്രോഫിലിക് കാർബൺ ഇൻറ്റു ന്യൂക്ലിയോഫിലിക് സെന്റർ. ഓക്കെ. Next question, write a short note on aziridines and epoxides with emphasis on their preparation and ring opening reactions. Aziridines, epoxides. Aziridines ന്റെ preparation വരുന്നത് from beta halomines ഉണ്ട്, nitrine addition to alkenes. ആ രണ്ട് preparations കാണിക്കാം. Epoxides ന്റെ ആണെങ്കിൽ paracid oxidation of alkenes ഉം intramolecular Williamson ether synthesis ഉം. പിന്നെ ring opening reactions acidic കണ്ടീഷനിലാണെങ്കിൽ അറ്റാക്ക് നടക്കുന്നത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബണിലായിരിക്കും. ബേസ് കണ്ടീഷനിലാണെങ്കിൽ അറ്റാക്ക് ഈസ് ലെസ് ഹിൻഡേർഡ് കാർബണിൽ. ഹൈ റിംഗ് സ്ട്രെയിൻ ആവുമ്പം ഹൈ റിയാക്ടിവിറ്റി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ ദ സിന്തസിസ് ആൻഡ് ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ഓഫ് ബെൻസോതയോഫീൻ ആൻഡ് ബെൻസോഫ്യൂറാൻ. ബെൻസോതയോഫീന്റെ സിന്തസിസിലോട്ട് വരുമ്പം ഫസ്റ്റ് സൈക്ലൈസേഷൻ ഓഫ് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോൾസ് ഓർ അനിലിൻസ്. പിന്നെ പാലനോർ സിന്തസിസ്, പാലനോർ ടൈപ്പ് ഓഫ് സിന്തസിസും പറയാൻ പറ്റും. റിയാക്ഷൻസ് ആണെങ്കിൽ C2 പൊസിഷനിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഓക്സിഡേഷൻ അറ്റ് ഹെട്രോഹാറ്റം, ദെൻ മെറ്റിലേഷൻ റിയാക്ഷൻസ്. ഇത് മൂന്ന് എന്ത് ചെയ്യാം കാണിക്കാം. ദെൻ എക്സ്പ്ലെയിൻ ദ ഡിസ്കണക്ഷൻ അപ്രോച്ച് ഇൻ ഓർഗാനിക് സിന്തസിസ് ഇലസ്ട്രേറ്റിംഗ് വിത്ത് ദ സിന്തസിസ് ഓഫ് പാരസെറ്റമോൾ ഓർ എ സിമിലർ ടാർഗറ്റ് മോളിക്യൂൾ. ഡിസ്കണക്ഷൻ അപ്രോച്ചില് മെയിൻ ആയിട്ടും വരുന്ന ഒന്നാണ് റിട്രോസിന്തസിസ് എന്നുള്ളത്. അതായത് അസറ്റൈലേഷൻ ഓഫ് പാരാ അമിനോഫിനോൾ എന്ത് ഫോം ചെയ്യും, പാരസെറ്റമോൾ ഫോം ചെയ്യും. അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് പാരാ നൈട്രോഫിനോൾ ചെയ്താലും പാരാ അമിനോഫിനോൾ ഫോം ചെയ്യും. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട കീ പോയിന്റ്സ്, ഒന്ന് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇന്റർ കൺവേർഷൻ ആണ്, ദെൻ സ്ട്രാറ്റജിക് ബോണ്ട് ഡിസ്കണക്ഷൻ, പിന്നെ റെഡിലി അവൈലബിൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസും. ഓക്കെ. Next, discuss sharpless asymmetric epoxidation and dihydroxylation with suitable examples. Sharpless epoxidation ലോട്ട് വരുമ്പോൾ allylic alcohol plus titanium ortho isoprene, അതായത് TiOIPr 4 times plus TBHP. എന്താണ് ഈ മൂന്നിന്റെയും റിയാക്ഷൻസ് ആയിരിക്കും ഷാർപ്പ്ലെസ് ഇപ്പോക്സിഡേഷനിൽ. അതുപോലെ ഇനാൻഷോ സെലക്റ്റീവ് ഇപ്പോക്സൈഡ് ഫോർമേഷൻ ആണ്. പ്ലസ് ആൻഡ് മൈനസ് DET കൺട്രോൾ കൈറാലിറ്റി. ഇനി ഷാർപ്പ്ലെസ് ഡൈഹൈഡ്രോക്സിലേഷനിലോട്ട് വരുമ്പം ഓസ്മിയം ടെട്രോക്സൈഡ് OSO4ഉം കൈറാൽ ലിഗൻസ് DHQO DHQDO എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. സിൻ ഡൈഹൈഡ്രോക്സിലേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. നെക്സ്റ്റ്, ഗിവ് ദ മെക്കാനിസം ഓഫ് പലേഡിയം കാറ്റലൈസ്ഡ് ക്രോസ് കപ്ലിംഗ് റിയാക്ഷൻ. Example, Heck, Suzuki and Style, and comment on its synthetic utility. Palladium catalyzed cross coupling il oxidative addition and transmetallation and reductive elimination and അതായത് ഈ മൂന്ന് റിയാക്ഷൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ യൂട്ടിലിറ്റി പറയുകയാണെങ്കിൽ ഒന്ന് ഫോർമേഷൻ ഓഫ് ബൈഅറൈൽ കോമ്പൗണ്ട്സ് ആണ്, മൈൽഡ് കണ്ടീഷൻ ആയിരിക്കും, ഫങ്ഷണൽ ഗ്രൂപ്പ് ടോളറൻസ് ഉണ്ട്. Next, write a notes on phase transfer catalysis, its advantages and at least 2 synthetic applications. Phase transfer catalysis എന്ന് പറയുമ്പോൾ catalyst transfers ionic species between immiscible phases. Advantages, മൈൽഡ് കണ്ടീഷൻ ആണ്, ഹൈ yield ആണ്, റെഡ്യൂസ്ഡ് സോൾവെന്റ് യൂസ്. ആപ്ലിക്കേഷൻസ് ആയി വരുന്നത് വില്യംസൺ ഈതർ സിന്തസിസ്, ആൽക്കൈലേഷൻ റിയാക്ഷൻ. Next, discuss the generation of phenolates and explain the factor of controlling regio and stereo selectivity in their reactions. Enolate generation, strong bases LDA പോലുള്ള strong bases kinetic enolate ആകും, weak bases thermodynamic enolate ആകും. Factors controlling selectivity ഒന്ന് base strength, temperature, solvent, steric effects. ഇതൊക്കെ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ PGയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.
ഇനി ഓരോ ക്വസ്റ്റ്യൻസും ഏത് ടോപ്പിക്കിൽ നിന്നാണ്, എത്ര തവണ വന്നിട്ടുണ്ട്, ആവറേജ് എത്ര മാർക്കിന് വരാം, ആ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡോൾ സിന്തസിസ് ആൻഡ് EAS ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന ഒരു ടോപ്പിക് ആണ്. അതുപോലെ ക്യുനോളിൻ ആൻഡ് ഐസോ ക്യുനോളിൻ ബ്ലോക്ക് 2 യൂണിറ്റ് 7 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഹെൻറി ആൻഡ് നെഫ് റിയാക്ഷൻ അംപ്ലക് കോൺസെപ്റ്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 15 വരുന്ന ഒരു ടോപ്പിക് ആണ്. അസിരഡിൻസ് ആൻഡ് ഇപ്പോക്സൈഡ്സ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 വരുന്ന ടോപ്പിക് ആണ്. ബെൻസോ തയോഫിനോൺ ആൻഡ് ബെൻസോ ഫ്യൂറാൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഡിസ്കണക്ഷൻ ആൻഡ് പാരസെറ്റമോൾ ടൈപ്പ് ടാർഗറ്റ്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 9 വരുന്ന ഒരു ടോപ്പിക്. ഇതെല്ലാം ഏകദേശം 7ഉം 6ഉം 5ഉം 4ഉം തവണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ 4 to 6 മാർക്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ഷാർപ്പ്ലെസ് ഇപ്പോക്സിഡേഷൻ ആൻഡ് ഡ്രൈ ഹൈഡ്രോക്സിലേഷൻ ബ്ലോക്ക് 3 യൂണിറ്റ് 13 വരുന്ന ഒരു ടോപ്പിക് ആണ്. പലേഡിയം ക്രോസ് കപ്ലിംഗ് ബ്ലോക്ക് 3 യൂണിറ്റ് 10 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ് ബ്ലോക്ക് 4 യൂണിറ്റ് 16 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഇനോലൈറ്റ്സ് ആൻഡ് സെലക്ടിവിറ്റി ബ്ലോക്ക് 4 യൂണിറ്റ് 14 വരുന്ന ഒരു ടോപ്പിക്. 3ഉം 2ഉം മാർക്സിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോറി, 3ഉം 2ഉം തവണയായിട്ടാണ് ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് നമുക്കൊരു 4 to 5 മാർക്സ് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സ്ട്രാറ്റജിക്, എങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കലി നമ്മൾ ടൈം മാനേജ് ചെയ്യേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യണം, എന്തൊക്കെ ഹെഡിങ്ങിൽ എന്തൊക്കെ കവർ ചെയ്യണം, ഏതൊക്കെ മെക്കാനിസം വരണം, ഏതൊക്കെ കീ പോയിന്റ്സ് വരണം എന്ന കാര്യം നമ്മൾ 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കുക. ഒരു 10 to 12 മിനിറ്റ്സ് കൊണ്ട് അതിന്റെ കംപ്ലീറ്റ് ആൻസർ നമ്മൾ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആൻസറും എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പൊ ഒരു മെക്കാനിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട റിയേജൻസ്, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട കോമ്പൗണ്ട്സ്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഐഡിയ ഉണ്ടാവും. സോ ഒരു മെക്കാനിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ 2 കൂടുതൽ തവണയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവണം, റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ വൺസ് ആൻസർ എഴുതി കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുള്ള ഡെഫിനീഷൻസും കീ സ്റ്റെപ്സും ഇന്റർമീഡിയറ്റ്സും റിയേജൻസും എല്ലാം ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്നത് എന്തായിരിക്കും, പ്രത്യേകിച്ച് മെക്കാനിസം ബേസ്ഡ് ക്വസ്റ്റ്യനിലൊക്കെ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞ ഡാറ്റയുടെ ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതായത് 42%ഉം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ബാക്കി 58% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ റിപ്പീറ്റഡ് ആയിട്ടല്ല വരുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി ഓരോ ടോപ്പിക്കിന്റെയും പ്രൊബബിലിറ്റി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹൈലി പ്രൊബബിൾ ആണോ, മീഡിയം പ്രൊബബിൾ ആണോ, ആ കാര്യം. ഓക്കെ, സോ ബ്ലോക്ക് 1 യൂണിറ്റ് 2 3 മെമ്പേർഡ് ഹെട്രോസൈക്ലിക്സ് അസിരിഡിൻസ് ഇപ്പോക്സൈഡ്സ് അസിരിൻസ്, യൂണിറ്റ് 4 5 മെമ്പേർഡ് നൈട്രജൻ oxygen sulfur rings with 2 heteroatoms and analogues. Unit 5 benzofused 5 membered rings indole benzofuran benzothiophene. Unit 6 benzeimidazole benzotriazole purine type systems. ഇതെല്ലാം ഹൈൽഡ് ടോപ്പിക്സ് ആണ്. അതായത് 70 90 ടൈംസ് 90 ഒക്കെ പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്ന ടോപ്പിക്സ് ആണ്. എന്നാൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹെട്രോസൈക്ലിക് നോമെൻക്ലേച്ചർ ആൻഡ് അരോമാറ്റിസിറ്റി, അതുപോലെ യൂണിറ്റ് 3 4 മെമ്പേർഡ് ഹെട്രോസൈക്ലിക്സ് അസിറ്റഡീൻസ് ഓക്സിറ്റൈൻസ് ആൻഡ് തൈറ്റൈൻസ്, ഇതെല്ലാം എന്താണ്, മീഡിയം പ്രൊബബിൾ ടോപ്പിക്സ് ആണ്. 40-60% ആണ് probability percentage വരുന്നത്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 7 ബെൻസോഫ്യൂസ്ഡ് 6 മെമ്പേർഡ് റിംഗ്സ് ക്യുനോളിൻ ഐസോക്യുനോളിൻ, യൂണിറ്റ് 9 ഫിലോസഫി ഓഫ് സിന്തസിസ് ആൻഡ് ഡിസ്കണക്ഷൻ അപ്രോച്ച്, യൂണിറ്റ് 10 പലേഡിയം ക്രോസ് കപ്ലിംഗ് പലേഡിയം കാറ്റലൈസ്ഡ് ക്രോസ് കപ്ലിംഗ്, യൂണിറ്റ് 13 ഓക്സിഡേഷൻ ആൻഡ് ഷാർപ്പ്ലെസ് ടൈപ്പ് അസിമെട്രിക് ഓക്സിഡേഷൻ. ഇതെല്ലാം എന്താണ്, ഹൈൽഡ് ടോപ്പിക്സ് ആണ്. എന്നാൽ യൂണിറ്റ് 8 ബ്ലോക്ക് 2 യൂണിറ്റ് 8 ലാർജർ റിംഗ്സ് ആൻഡ് പോർഫൈറിൻസ് മീഡിയം റെലവെന്റ് ടോപ്പിക് ആണ്. എന്നാൽ അതേസമയം യൂണിറ്റ് 11 ക്ലാസിക്കൽ റിഡക്ഷൻസ്, മെറ്റൽ ആസിഡ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, ഹൈഡ്രൈഡ് ആൻഡ് ബോറോൺ റിയേജൻസ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, ഡൈബാൾ എച്ച്, സോഡിയം ബോറോ ഹൈഡ്രൈഡ്, ഓർഗാനോബോറൈൻസ്, ഇതെല്ലാം എന്താണ്, ലോ പ്രൊബബിൾ ടോപ്പിക്സ് ആണ്. 30% പ്രൊബബിലിറ്റി പെർസെന്റേജ് വരുന്നുള്ളൂ. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഈനോൾസ് ഈനോലൈറ്റ്സ് കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ റീജിയോ സ്റ്റീരിയോ സെലക്ടിവിറ്റി, യൂണിറ്റ് 15 അംപ്ലഗ് സ്ട്രാറ്റജീസ് ഡയാത്തൈൻസ് ഹെൻറിയൻ നെഫ് റിയാക്ഷൻസ്, ഇതെല്ലാം എന്താണ്, ഹൈൽഡ് ടോപ്പിക്സ് ആണ്. 80-70% എല്ലാം പ്രൊബബിലിറ്റി പെർസെന്റേജ് വരുന്നുണ്ട്.
ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 16-ലെ ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ് ആൻഡ് അപ്ലിക്കേഷൻ, യൂണിറ്റ് 17-ലെ അസിമെട്രിക് സിന്തസിസ്, കൈറാൽ പൂൾ, ഓക്സിലറീസ്, കാറ്റലിസ്റ്റ്. ഇതെന്താണ് മീഡിയം റെലവെന്റ് ടോപ്പിക് ആണ്. 60-50% പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്നുള്ളൂ. ഓക്കെ, സോ ഇനി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര തവണയായിട്ട് ഓരോ ടോപ്പിക്സ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നോമൻക്ലേച്ചർ ഷോർട്ട് നോട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മൾ അനലൈസ് ചെയ്ത 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് റിംഗ് ഓപ്പണിംഗ് റിയാക്ഷൻസിനെ കുറിച്ചൊക്കെ 7 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. റിയാക്ടിവിറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. 5 മെമ്പേർഡ് നൈട്രജൻ ഓക്സിജൻ സൾഫർ ആ ഒരു ഹെട്രോസൈക്ലിക് റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ഇൻഡോൾ ബെൻസോഫ്യൂറാൻ ബെൻസോ തയോഫിൻ 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ 9 ക്വസ്റ്റ്യൻ പേപ്പറിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെൻസി ഇമിഡസോള് ബെൻസോ ട്രയസോള് പ്യൂരിൻ ഈ ഒരു കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ക്യുനോളിൻ ഐസോക്യുനോളിൻ അവൈലബിൾ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 എണ്ണത്തിലും കണ്ടിട്ടുണ്ട്. പോർഫൈറിൻ ആൻഡ് ലാർജ് റിംഗ് സിസ്റ്റംസ് 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസ്കണക്ഷൻ സ്റ്റൈൽ സിന്തസിസ് ഇതെല്ലാം എന്താണ് 8 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ദെൻ പലേഡിയം കപ്ലിംഗ് മെക്കാനിസംസ് അതിന്റെ അപ്ലിക്കേഷൻസ് 7 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ദെൻ ഓക്സിഡേഷൻ ആൻഡ് ഷാർപ്പ്ലെസ് ക്വസ്റ്റ്യൻസ്, അതായത് ഷാർപ്പ്ലെസ് ഓക്സിഡേഷൻ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഈനോലേറ്റ് ബേസ്ഡ് കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ ആൻഡ് റീജിയോ സെലക്ടിവിറ്റി ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹെൻറി നെഫൻ ഡയത്തേൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫേസ് ട്രാൻസ്ഫർ കാറ്റാലിസിസ് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അസിമെട്രിക് സിന്തസിസും 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഒരുവിധം കുറച്ചധികം തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. സോ നമ്മുടെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് മോർ ദാൻ 70% പ്രോബിലിറ്റി പെർസെന്റേജ് വരുന്ന ടോപ്പിക്സ് ആണ്. അതിനകത്ത് വരുന്നത് യൂണിറ്റ് 2, 4, 5, 6, 7, 9, 10, 13, 14, 15 ഇത്രയും യൂണിറ്റ് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഒട്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ഇത്രയും യൂണിറ്റിലെ ഏതൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്തും ഒരു കംപ്ലീറ്റ് ലോങ് എസ്സേ കവർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, മെക്കാനിസം പഠിക്കുമ്പോൾ അതിന്റെ മെക്കാനിസം, സ്കീം, ആപ്ലിക്കേഷൻസ്, എക്സാമ്പിൾസ്, അവിടുന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് നോളേജ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിട്ടുണ്ടാവണം. ഇനി മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് യൂണിറ്റ് 1, 3, 8, 16, 17. ഇവിടുന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു 2 തവണയൊക്കെ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് പഠിക്കുക. ഒരു ഷോർട്ട് എസ്സേക്ക് എന്തൊക്കെ വേണം, അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയേജൻസ്, കാറ്റലിസ്റ്റ്, റിയാക്ഷൻ കണ്ടീഷൻസ്, മെക്കാനിസത്തിന്റെ ഇലസ്ട്രേഷൻ, ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ അവിടുന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് യൂണിറ്റ് 11ഉം യൂണിറ്റ് 12ഉം വരുന്നത്. സോ അവിടെ നമ്മൾ ലിമിറ്റഡ് ടൈം മാത്രം കൊടുക്കുക, വളരെ കുറച്ച് സമയം യൂസ് ചെയ്തിട്ട് അവിടുന്ന് വളരെ ഷോർട്ട് ആയിട്ട് ഈ എന്താ പറയാ അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിയേജൻസും കുറച്ച് എക്സാമ്പിൾസും കുറച്ച് എന്താ പറയാ റിയാക്ഷൻസും മാത്രം എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഒരുപാട് ഡീപ്പായിട്ട് അവിടെ എന്താ പറയാ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ എക്സാം 50 മാർക്സിലോട്ടായിരിക്കും. 2 hour എക്സാം ആണ്. നമുക്ക് 2 പാർട്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. സോ ആൻസർ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് പാർട്ട് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഫോർ ദം. ഓരോ പാർട്ടിലും അനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. പാർട്ട് എയിൽ ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്നാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദി നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് അക്കോർഡിംഗ് ടു ഹാൻസ് വിൻഡ്മാൻ നോമൻക്ലേച്ചർ. നെയിമിംഗ് റിയാക്ഷൻ ആണത്. സോ a 5-membered ring containing 2 nitrogen atoms at positions 1 and 3 with 1 double bond. അതെന്തായിരിക്കും, 1,3-diazole ആയിരിക്കും. A saturated 3-membered ring containing 1 oxygen atom, oxyrane. A 6-membered aromatic ring containing 1 sulfur atom and 1 nitrogen atom in a 1,3 relationship, thiazine. Okay, ഇനി B question, draw the structure of the following compounds. Indazole, benzooxazole, 1,3,2 dioxoboronine. ഇതിന്റെ സ്ട്രക്ചേഴ്സ് നമ്മൾ കാണിക്കണം. ഇൻഡസോൾ ആകുമ്പോൾ ഒരു ഫ്യൂസ്ഡ് ബെൻസീൻ പ്ലസ് ബെൻസീന്റെയും പൈറസോളിന്റെയും ഒരു ഫ്യൂസ്ഡ് കോമ്പിനേഷൻ പോലെ. ബെൻസോ ഓക്സസോൾ ആണെങ്കിൽ ബെൻസീന്റെയും ഓക്സസോളിന്റെയും
fused combination. 132 ഡയോക്സോ ബോറിനൈൻ ആണെങ്കിൽ 6 മെമ്പേർഡ് റിംഗ് ആയിരിക്കും. ഒരു ബോറോൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ഉള്ള 6 മെമ്പേർഡ് റിംഗ്. Next, second question. Discuss the factors governing the regioselectivity of electrophilic substitution in indole using at least 2 specific electrophilic substitution reaction. Rationalize the preference for substitution at one position over the other with the help of resonance structures. Regioselectivity of electrophilic substitution reaction ആണ് ഇൻഡോളിന്റെ കേസിൽ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും 2 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രത്യേകം കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഇൻഡോളിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റീജിയോ സെലക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ C3 ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. സിഗ്മ കോംപ്ലക്സ് സ്റ്റെബിലിറ്റി ഉണ്ട്. റെസണൻസ് സ്ട്രക്ചേഴ്സ് റീറ്റെയിൻ ആരോമാറ്റിസിറ്റി. ഓക്കെ, ഏത് എക്സാമ്പിൾസും കാണിക്കാം. നൈട്രേഷൻ കാണിക്കാം, വിൽസ്മിയർ ഹാക്ക് റിയാക്ഷൻ കാണിക്കാം. ഏതെങ്കിലും 2 സ്പെസിഫിക് ആയിട്ടുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് കാണിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ എനി 5 ഓഫ് ദി ഫോളോയിങ് ആണ്. ഈ പാർട്ടിന് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, അപ്പിയർ ചെയ്യണം. ഡിസ്ക്രൈബ് വൺ സിന്തറ്റിക് റൂട്ട് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൻ അസിരിഡിൻ from an open chain precursor and explain why 3-membered heterocyclics are typically more reactive towards nucleophilic ring opening than the corresponding acyclic amines. അസിഡിന്റെ പ്രിപ്പറേഷൻ എന്തുകൊണ്ടാണ് ഓപ്പൺ ചെയിൻ പ്രിക്കഴ്സർ എന്നുള്ള അസിഡിന്റെ പ്രിപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ എന്തുകൊണ്ടാണ് 3-membered ഹെട്രോസൈക്ലിക്സും ന്യൂക്ലിയോഫിലിക് റിംഗ് ഓപ്പണിങ്ങിന് മോർ റിയാക്റ്റീവ് ആവുന്നത്, ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അസിഡിൻസ് ബീറ്റ ഹാലോ അമീൻസ് ആയിരിക്കും. ഹൈ റിംഗ് സ്ട്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഹൈ റിംഗ് സ്ട്രെയിൻ ആയതുകൊണ്ടാണ് അവിടെ ഫാസ്റ്റർ ന്യൂക്ലിയോഫിലിക് റിംഗ് ഓപ്പണിംഗ് നടക്കുന്നത്. ഏതെങ്കിലും 2-3 പ്രിപ്പറേഷൻസ് കാണിച്ചാൽ മതി. ബീറ്റ ഹാലോ അമീൻസ് എന്നുള്ള പ്രിപ്പറേഷൻസും കാണിക്കാം. Then explain the major challenge in the synthesis of 4-membered heterocyclics such as oxyteins in comparison with 3-membered analogs. മേജർ ചലഞ്ചസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് 4-membered ഹെട്രോസൈക്ലിക്സിന്റെ സിന്തസിസിൽ. അതായത് ഓക്സിറ്റെയിൻസിനെ സിന്തസൈസ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ചസ് ദാൻ 3-membered ഹെട്രോസൈക്ലിക്സ്. ചലഞ്ചസ് എന്ന് പറയുമ്പം ഒന്ന് ലോവർ റിംഗ് സ്ട്രെയിൻ. ഇപ്പോക്സൈഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് റിംഗ് സ്ട്രെയിൻ ലോവർ ആയിരിക്കും. ഡിഫിക്കൽട്ട് ഫോർ സൈക്ലൈസേഷൻ. ഇതാണ് ചലഞ്ചസിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്. പിന്നെ ആസിഡ് കാറ്റലൈസ്ഡ് റിംഗ് ഓപ്പണിങ്ങിലോട്ട് വരുന്ന സമയത്ത് ബി ക്വസ്റ്റ്യൻ ആണ്. ഔട്ട്ലൈൻ ദ മെക്കാനിസം ഓഫ് ദി ആസിഡ് കാറ്റലൈസ്ഡ് റിംഗ് ഓപ്പണിംഗ് ഓഫ് ആൻ ഓക്സിറ്റൈൻ വിത്ത് ന്യൂക്ലിയോഫൈൽ കമന്റിംഗ് ഓൺ റീജിയോ സെലക്ടിവിറ്റി. ആസിഡ് കാറ്റലൈസ്ഡ് റിംഗ് അവിടെ പ്രോട്ടോണേഷൻ ഓഫ് ഓക്സിജൻ അതാണ് ഫസ്റ്റിലെ സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ദെൻ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ ആറ്റം. അതിന്റെ റീജിയോ സെലക്ടിവിറ്റിയെ കുറിച്ചും കൂടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. ഔട്ട്ലൈൻ ദ സിന്തസിസ് ഓഫ് 1,3,4 ഓക്സി ഡയാസോൾ സ്റ്റാർട്ടിംഗ് ഫ്രം ആൻ അപ്രോപ്രിയേറ്റ് ഡൈഅസൈൽ ഹൈഡ്രസൈഡ്. ഗിവ് ദ സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് ആൻഡ് കമന്റ് ഓൺ ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ റിംഗ് ക്ലോഷർ. 1,3 ഓക്സി ഡയാസോൾ സിന്തസൈസ്. 1,3,4 ഓക്സ ഡയാസോൾ സിന്തസൈസിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത് പറയാം. ഡൈഅസൈൽ ഹൈഡ്രസൈഡ് എന്ന് സൈക്ലോ ഡീഹൈഡ്രേഷൻ നടക്കും. ആ ഒരു റിയാക്ഷൻ കാണിച്ചാൽ മതി. ദെൻ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് വരുന്നത് അരോമറ്റൈസേഷൻ ആയിരിക്കും. Okay. 6th question. Predict the products obtained when benzotriazole is treated with the following reagents and briefly justify the nature of transformation in each case. ബെൻസോട്രയാസോളും അസെറ്റിക് അൻഹൈഡ്രൈഡും റിയാക്ട് ചെയ്താൽ അസറ്റൈലേഷൻ ആയിരിക്കും. അസറ്റൈലേഷൻ അറ്റ് നൈട്രജൻ ആറ്റം നടക്കും. ബെൻസോട്രയാസോളും സോഡിയം നൈട്രേറ്റും മിനറൽ ആസിഡും ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് ഡയസോട്ടൈസേഷൻ ആണ്. ദെൻ ബെൻസോട്രയാസോളും ഫോമാൽഡിഹൈഡും കൂടെ ട്രീറ്റ് ചെയ്താൽ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് മാനിക് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ബെൻസോട്രയാസോളും സ്ട്രോങ് ഇലക്ട്രോഫിലിക് സൾഫനേറ്റിംഗ് ഗ്രൂപ്പും കൂടെ ആവുമ്പോൾ ഇലക്ട്രോഫിലിക് സൾഫോണേഷൻ. ഇതായിരിക്കും റിയാക്ഷൻസ്. ഈ റിയാക്ഷൻസിലുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, പ്രഡിക്റ്റ് ചെയ്യുക. ഡിസ്ക്രൈബ് ദ നെയിംഡ് സിന്തറ്റിക് method for the preparation of quinoline starting from an aniline derivative and a carbonyl compound. Provide the key steps and indicate where ring closure occurs. Okay. നെയിംഡ് സിന്തസിസ് ആണ്. ക്യൂനോളിന്റെ നെയിംഡ് സിന്തസിസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടും വരുന്നത് ഒന്ന് സ്ക്രാപ്പ് സിന്തസിസ് ആണ്. ഓക്കെ, സ്കാപ്പ് സിന്തസിസ് എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്യുന്നതിന് ക്യൂനോളിൻ ഫ്രം അനിലിൻ. അനിലിനും ഗ്ലിസറോളും കോൺസെൻട്രേറ്റഡ് H2SO4ഉം
ഏതെങ്കിലും ഒരു ഓക്സിഡന്റ് കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ക്വിനോളിന് ഫോം ചെയ്യും. അവിടുത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഗ്ലിസറോൾ ഡീഹൈഡ്രേറ്റ് ചെയ്യും ബൈ കോൺസെൻട്രേറ്റഡ് H2SO4 ടു ഗിവ് അക്രോലിൻ. അതായത് H2SO4 ഗ്ലിസറോളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അക്രോലിൻ ഫോം ചെയ്യും. അനിലിൻ എന്ത് ചെയ്യും? അക്രോലിനായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് ബീറ്റ അനിലിനോ പ്രൊപ്പിയോൺ ആൽഡിഹൈഡ് ഫോം ചെയ്യും. റിംഗ് ക്ലോഷർ നടക്കും ബൈ ഇൻട്രാമോളിക്കുലാർ സൈക്ലൈസേഷൻ ഫോമിംഗ് ഡൈഹൈഡ്രോക്വിനോളിൻ. ദെൻ ഓക്സിഡേഷൻ വഴി ക്വിനോളിൻ ഫോം ചെയ്യും. റിംഗ് ക്ലോഷർ ഒക്കർ ചെയ്യുന്നത് ബിറ്റ്വീൻ ഓർത്തോ കാർബൺ ഓഫ് അനിലിനും ആൽഡിഹൈഡ് കാർബൺ ഓഫ് അക്രോലിനും ആയിരിക്കും. Okay. Next, propose a synthesis of oxypene derivative by Diels-Alder route. Identify suitable diene and dienophile partners. Outline the pericyclic step and explain how the final aromatic heterocycle is obtained from the initial cycloaddition product. Diels-Alder reaction ആണ് ഓക്സിപ്പൈനിന്റെ. സോ ഡൈൻ ആയിട്ട് നമുക്ക് ഫ്യൂറാൻ എടുക്കാം. ഡൈനോഫൈൽ ആയിട്ട് അസറ്റിലീനോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈനോ എടുത്താൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡീൽസാൽഡർ സൈക്ലോഡീഷൻ നടക്കും ബിറ്റ്വീൻ ഫ്യൂറാൻ ആൻഡ് അസറ്റിലീൻ ഗിവിംഗ് ബൈസൈക്ലിക് അഡക്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ തെർമൽ റീഅറേഞ്ച്മെന്റ് ആണ്. തെർമൽ റീഅറേഞ്ച്മെന്റ് നടക്കുമ്പോൾ ഓക്സിജൻ ബ്രിഡ്ജ് ഓപ്പൺ ആവും. ദെൻ അരോമറ്റൈസേഷൻ നടക്കും. അരോമറ്റൈസേഷൻ നടക്കുമ്പോൾ ഓക്സിപ്പീന് ഫോം ചെയ്യും. ഒബ്റ്റെയിൻ ചെയ്ത ഓക്സിപ്പീന് റീഅറേഞ്ച്മെന്റ് നടക്കും. അതായത് ഇനീഷ്യൽ സൈക്ലോ അഡക്റ്റ് ഓക്സിപ്പീൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ, അതായത് ഓക്സിപ്പീൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റിലുള്ള സൈക്ലോ അഡക്റ്റിന് അരോമറ്റൈസേഷൻ നടന്നിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ആൻസർ എനി വൺ ഓഫ് ദി ഫോളോ. ഏതെങ്കിലും ഒന്ന് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. യൂസിംഗ് ദ ഡിസ്കണക്ഷൻ അപ്രോച്ച് ഡിസൈൻ എ സിന്തറ്റിക് റൂട്ട് ടു പാരാ ആൽക്കോക്സി അസെറ്റാനിലൈഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ബെൻസീൻ ആൻഡ് എനി അതർ സിമ്പിൾ ഇനോർഗാനിക് റിയേജൻസ്. ഷോ കീ ഡിസ്കണക്ഷൻസ്, ഐഡന്റിഫൈ ദി കറസ്പോണ്ടിങ് synthons and then write a feasible forward synthetic scheme. Okay, synthesis of para alkoxy acetanilide from benzene. അവിടുത്തെ ടാർഗറ്റ് ആദ്യം പാരാ ആൽക്കോക്സി അനിലിനാകും, അത് അനിലിനാകും, ദെൻ ബെൻസീൻ. ഇവിടുത്തെ സിന്തസിസ് എന്ന് പറയുന്നത് ഫോർവേഡ് സിന്തസിസ് ആയിട്ട് വരുന്നത് ബെൻസീന് നൈട്രോ ബെൻസീൻ ആകും ഇൻ പ്രസൻസ് ഓഫ് HNO3 ആൻഡ് H2SO4. നൈട്രോ ബെൻസീൻ അനിലിനാകും ഇൻ പ്രസൻസ് ഓഫ് ടിൻ ആൻഡ് HCl. അനിലിൻ പാരാ ഹൈഡ്രോക്സി അനിലിനാകും ബൈ നൈട്രേഷൻ ആൻഡ് ദെൻ റിഡക്ഷൻ. പാരാ ഹൈഡ്രോക്സി അനിലിന് പാരാ ആൽക്കോക്സി അനിലിനാകും ബൈ വില്യംസൺ സീതർ സിന്തസിസ്. ദെൻ അസറ്റൈലേഷൻ നടക്കുമ്പോൾ പാരാ ആൽക്കോക്സി അസറ്റാനിലൈഡ് ഫോം ചെയ്യും. ഓക്കെ. Then 10th question, explain the factors that control the formation of kinetic and thermodynamic enolates from an unsymmetrical ketone. Illustrate your answer with a suitable example clearly showing how reaction conditions influence regioselectivity. Kinetic versus thermodynamic enolates ആണ്. So കൈനറ്റിക് ഇനോലൈറ്റിന്റെ ബേസ് ആയിട്ട് വരുന്നത് LDA ആണ്. തെർമോഡൈനാമിക് ഇനോലൈറ്റ് ആണെങ്കിൽ സോഡിയം അസറ്റേറ്റ് പറ്റും, NaOET. ടെമ്പറേച്ചർ കൈനറ്റിക് ഇനോലൈറ്റ്സിന് ലോ ടെമ്പറേച്ചർ <78°C ആയിരിക്കും, മറ്റത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. കൈനറ്റിക് ഇനോലൈറ്റ്സിന്റെ പ്രൊഡക്റ്റ് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ്. തെർമോഡൈനാമിക് ഇനോലൈറ്റിന് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ്. സ്റ്റെബിലിറ്റി കൈനറ്റിക് ഇനോലൈറ്റ്സ് ലെസ് സ്റ്റേബിൾ ആയിരിക്കും, തെർമോഡൈനാമിക് ഇനോലൈറ്റ്സ് മോർ സ്റ്റേബിൾ ആയിരിക്കും. അവരുടെ കൺട്രോളിനെ കുറിച്ചും കൂടെ പറയാം. ഏതെങ്കിലും എക്സാമ്പിൾസും കൂടെ കൊടുക്കാൻ നോക്കണേ. Okay, next describe the sequence of steps involved in Suzuki-Miura cross-coupling reaction between an aryl bromide and an aryl boronic acid. Illustrate the catalytic cycle and comment briefly on the role of the base. Suzuki-Miura coupling ആണ്. Oxidative addition of aromatic group and bromine palladium 0. First step oxidative addition ആയിരിക്കും. Then second step transmetallation with aryl boronic acid. Third step reductive elimination forms biaryl product. Okay. What is Wilkinson catalyst? Give its composition and mention one important application in organic synthesis. Wilkinson catalyst അതായത് RHCl PPH3 ത്രൈസ് അല്ലെ, ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസിനാണ് യൂസ് ചെയ്യുന്നത്. അതിനെ കുറിച്ച് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ നോക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ദ റെഡ്യൂസിംഗ് എബിലിറ്റീസ് ഓഫ് സോഡിയം ബോറോഹൈഡ്രേറ്റ് ആൻഡ് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ടുവേർഡ്സ് കാർബോണിൽ കോമ്പൗണ്ട്
Give one example of a substrate where their behavior differs significantly. So sodium borohydride mild ആണ്, lithium aluminum hydride strong ആണ്. sodium borohydrates ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും റെഡ്യൂസ് ചെയ്യും. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്സ് ആണെങ്കിൽ എസ്റ്റേഴ്സ് ആസിഡ്സ് അമൈഡ്സിനായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള കീ പോയിന്റ്. പിന്നെ 1-2 എക്സ്ട്രാ പോയിന്റ്സും കൂടെ ആഡ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ്, ഡിസ്കസ് ദി preparation and key synthetic application of 2,3-dichloro-5,6-dicyanoparabenzophenone DDQ. Illustrate your answer with one example each of dehydrogenation and an oxidative cyclization. DDQ യുടെ preparation chlorination of hydroquinone to DDQ. ആ preparation detail ആയിട്ട് കാണിക്കുക. യൂസസ് ആയിട്ട് വേണമെങ്കിൽ ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾ പറയാം, ആൽക്കഹോൾ ടു ആൽഡിഹൈഡ്. പിന്നെ ഓക്സിഡേറ്റീവ് സൈക്ലൈസേഷൻ ഓഫ് സ്റ്റിൽബീൻ ടു ഫിനാന്ത്രിൻ. ഇതെല്ലാം യൂസസ് ആയിട്ട് പറയാം. Explain how Henry and Neff reactions complement each other in chemistry and nitroalkanes. Provide the mechanism of both reactions and indicate the step in which polarity inversion unplug is effectively realized. Henry reaction ആണെങ്കിൽ നൈട്രോ ആൽക്കെയിൻ പ്ലസ് ആൽഡിഹൈഡ് ഗിവ്സ് ബീറ്റാ നൈട്രോ ആൽക്കഹോൾ. നെഫ് റിയാക്ഷനിൽ നൈട്രോ കോമ്പൗണ്ട് കാർബോണിൽ കോമ്പൗണ്ട് ആയിട്ട് മാറും. ഓക്കെ, അതെന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ മതി. Next, discuss the role of phase transfer catalysis PTCs in promoting nucleophilic substitution reaction involving a water insoluble organic halide and an aqueous inorganic nucleophile. Support your answer with a clear example and show how PTC facilitates ion transport. So phase transfer catalyst PTC എന്ത് ചെയ്യും, അയോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യും ഫ്രം അക്വസ് ടു ഓർഗാനിക് ലെയർ. എക്സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു ബ്രോമിന് വരുന്ന കോമ്പൗണ്ട്, അതായത് RBr എന്ന് റാൻഡായിട്ട് എടുത്താൽ പ്ലസ് CN മൈനസ് ഗിവ്സ് RCN. അങ്ങനെ ഏതെങ്കിലും എക്സാമ്പിൾ കാണിച്ചാൽ മതി. പിന്നെ PTC ഫോം ചെയ്ത് അയൺ പെയർ സോലിബിൾ ആണ് ഇൻ ഓർഗാനിക് ഫേസ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. Then next question, describe the chiral pull strategy in asymmetric synthesis. Choose one naturally occurring chiral building block and show how its inherent chirality can be exploited to prepare a target molecule with a defined stereochemistry. Chiral pull strategy uses naturally available chiral compounds like L-tartaric acid to synthesize optically active drugs. Example LDOP. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡ്രഗ്സിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറലി ഒക്കറിങ് കൈറൽ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാം അല്ലെ. അവിടെ എന്ത് ചെയ്യുന്നില്ല, റെസൊല്യൂഷന്റെ ആവശ്യം വരുന്നില്ല. ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സെഷൻ വരുന്നത്. നമ്മളിപ്പോ ഒരു ഓവറോൾ ഏതൊക്കെ ടോപ്പിക്സിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം, എവിടൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം, എവിടുന്നൊക്കെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം, ആ കാര്യത്തെ കുറിച്ചൊക്കെ ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. സോ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഒട്ടും സ്ട്രെസ്ഡ് ആവാതെ, ടെൻഷൻ അടിച്ചാൽ പ്രത്യേകിച്ച് ഓർഗാനിക് ഒക്കെ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് മറന്നു പോകും. സോ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ നീറ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സ്ട്രാറ്റജിക്കലി പഠിക്കുക. ഹൈലി പ്രോബിൾ ടോപ്പിക്സ് ആദ്യം കവർ ചെയ്യുക. അവിടുന്ന് വളരെ ഡീപ്പ് ആയിട്ടുള്ള നോളജ് തന്നെ കവർ ചെയ്യാൻ നോക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എല്ലാവരും പഠിച്ചിട്ട് വളരെ കോൺഫിഡന്റോട് കൂടി തന്നെ ഈ വർഷത്തെ എക്സാംസിന് അപ്പിയർ ചെയ്യാൻ നോക്കുക. ഈ വർഷത്തെ MCH 017 എക്സാം എഴുതുന്ന എല്ലാ ലേണേഴ്സിനും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം ദി ഹോൾ ലേൺവൈസ് ടീം. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.